നാളത്തെ ഓണപ്പരിപാടി എന്താ പരിപാടി? 3 പെട്ടു. എനിക്കൊന്നും കണ്ടുവെക്കാൻ വയ്യ. അങ്ങോട്ട് നോക്കണ്ടിരുന്നപ്പോ തുടക്കുന്ന നോക്കുള്ളത് നീ ചുമ്മായിരുന്നു ചെക്കനെ പറഞ്ഞു നീ ഇങ്ങനെ ഇനി പൊട്ടും കാണില്ല. നിങ്ങൾ ഇവിടെ ഇന്നിട്ട് ഇങ്ങനെ നോക്കാതെ അവളുടെ ഹൃദയത്തിലേക്കുള്ള വഴി പറഞ്ഞു. എന്താണെന്ന് എനിക്ക് സോറി. എടാ അവള് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായി. നീ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാ ഞാൻ എല്ലാ ദിവസവും അവളുടെ ക്യാമ്പിൽ പോകാറുണ്ട്. എന്നിട്ട് ഞാൻ അവൾക്ക് ഫയൽ കൊടുക്കും. ഫയൽ കൊടുത്തിട്ട് അവളത് സൈൻ ചെയ്തിട്ട് ഞാൻ സാറിനോട് കൊടുക്കും. വെരി നൈസ്. എന്റെ ഉണ്ണി മോനെ, ഇതൊക്കെ വീണ് കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ? അതി പിടിച്ച് കേറണ്ടേ? കരക്കമ്പി വരുന്നുണ്ടല്ലോ. ഈ വള തനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ വരാൻ പറ്റുള്ളൂ. ആടാ ഇതിന്റെ ഇടയിൽ കൂടെ പോളൂ. നിനക്കൊല്ല കുഴപ്പമുണ്ടോ? എന്തായിരുന്നു അവിടെ? ചെറിയൊരു വഴിത്തര. ഇനി ഹോട്ട് ന്യൂസ് ഇഷ്ടം പോലെ. 1, നമുക്ക് ഇത്തവണയും ഓണം ബോണസ് ഉണ്ടാകും. 2, നാളത്തെ പരിപാടി കഴിഞ്ഞ് ഓട്ടി ഉണ്ടായിരിക്കുന്നതാണ്. അതെവിടുത്തെ ഏർപ്പാടാ? എന്താണ് സപ്പോർട്ട് ഇല്ലാത്ത? എന്തിന്? എല്ലാ കൊല്ലവും നിനക്ക് തന്നെയായിരുന്നു. നീ ബാക്കി പറ. പിന്നെ 3, നാളത്തെ ഓണപരിപാടിക്ക് അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത്? അത് അവരോട് ചോദിക്കേണ്ടി വരും. ഹലോ സാർ. ഓക്കെ സാർ. മീറ്റിംഗ് ഉണ്ട് പോലും. അതിന് പെട്ടെന്ന് ഇറങ്ങാൻ പേടിച്ച്. അവരോട് പറയണ്ടേ? പിന്നെ അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന് നീ അവരുടെ അടുത്ത് പോയി പറയാം. നീ വിളിക്കേ. ശരി നോക്കൂ. ഹായ് പറയണോ? ഹലോ പറയുന്നു. ഹലോ പറയാം. ഹായ്. എന്താടാ? അല്ല മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ HR. അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ വന്നോളാം. ഈ വിട്ടോ. വിട്ടോ. പാഷാണം കഴിക്കി കൊടുക്കാം. Why are you so rude to them? ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്തതല്ലേ. Protection ആവും. ഇതൊക്കെ ഉമ്മാരുടെ സ്ഥിരം നമ്പറാന്നേ. ആദ്യം നമ്പർ വാങ്ങും, പിന്നെ വോയിസ് കോളായി, വീഡിയോ കോളായി, മെസ്സേജായി, പിന്നെ അത് വലിയ ശല്യമാവുന്നേ. പറഞ്ഞ പോലെ സെലിന്റെ നമ്പർ തന്നില്ലല്ലോ. മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ നാളെയാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ. ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ കുറച്ച് സ്പെഷ്യലാണ്. നാളെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. Can you guess? ഇനി യൂട്യൂബർ രേണുസുതി. അടുക്കും മേലെ ഹണി റോസ്. അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അത്രയ്ക്ക് ലോ ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മുടെ CEO തന്നെ ആയിരിക്കും വേനെ. അതെ, എങ്ങനെ മനസ്സിലായി? യെസ് ഗൈസ്, അവർ CEO is coming. ഇത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എവർ ഓണം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അദ്ദേഹത്തെ മാക്സിമം ഇംപ്രസ് ചെയ്യണം. കേട്ടല്ലോ? വയ്ക്കോ. ഇപ്രാവശ്യം ഒരു 30 അടിയുടെ പൂക്കളിടണം. എല്ലാവരും ഞെട്ടണം. എന്ത് പറയുന്നു? 30 അടിയൊക്കെ വേണോ? കുറയ്ക്കാലോ. 30 അടിയുടെ പൂക്കളൊക്കെയാ പറഞ്ഞ. അവര് പൂ പറിക്കേ പൂട് എന്തുകൊണ്ടും ചേരാൻ. പക്ഷെ പൂ അത് നമ്മൾ വാങ്ങും. എന്നിട്ട് വേണം അതിൽ മിസ്ക്ക് നമ്മൾ 2 കുപ്പി എടുക്കാൻ. ഓണക്കിളിയുടെ ലിസ്റ്റ് ഒക്കെ എടുത്തല്ലേ? എല്ലാം പക്കയായിരിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം അപ്പത്തിരിവത്സരത്തിൽ അപ്പം കഴിഞ്ഞപ്പം അവിടെ സദ്യക്ക് വെച്ചപ്പോഴും കെട്ടി തൂക്കി കളിച്ചോളം പറഞ്ഞ ടീംസാണ്. ഇപ്രാവശ്യം മൂഞ്ചു. എന്തൊക്കെ ചെയ്തിട്ടായാലും വരാൻ പോണ സാറിന് ഇംപ്രസ് ചെയ്യണം. ഇംപ്രഷൻ അല്ല, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ബോണസും ഇല്ല, അത് പോരാണ്ട് ഊട്ടിയും കൂടി വെക്കണം. ഇപ്പൊ കൊടുക്കാം ഇംപ്രഷൻ. പിന്നെ നമുക്ക് ഇപ്രാവശ്യം നല്ലൊരു ഡ്രസ് കോഡ് വേണം. ഓപ്പൺ ടു സജഷൻസ്. നീല I would suggest navy blue. ബ്രില്യൻസ് അല്ലേ? ബ്രില്യൻസ്. അവരെന്തോ ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഈ ഡ്രസ് കോഡൊക്കെ പഴയ ഫാഷനാണ്. പിന്നെന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. എന്ത്? അടയ്ക്കണ്ട.